അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കിനി സൂറത്തു അൽ-അറാഫിലെ 35, 36 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا بني آدم إما يأتينكم رسل منكم يقصون عليكم آياتي فمن اتقى وأصلح فلا خوف عليهم ولا هم يحزنون. والذين كذبوا بآياتنا واستكبروا عنها أولئك أصحاب النار هم فيها خالدون. يا بني آدم ആദമിൻ്റെ മക്കളെ, ഇമ്മാ യഅ്തിയന്നക്കും നിങ്ങൾക്ക് നമ്മിൽ നിന്ന് വന്നാൽ, റുസുലും മിൻകും നിങ്ങളിൽ നിന്നു തന്നെയുള്ള ദൂതന്മാർ, യഖുസ്സൂന അലൈക്കും അവർ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, ആയാത്തി നമ്മുടെ വചനങ്ങളെ, എൻ്റെ വചനങ്ങളെ. ഫമൻ ഇത്തഖ അപ്പോൾ ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, വസുലഹ സംസ്കരിക്കുകയും ചെയ്താൽ, സ്വന്തം ജീവിതത്തെ നന്നാക്കുകയും ചെയ്താൽ, ഫലാ ഖൗഫുൻ അലൈഹിം അപ്പോൾ അവന് പേടിയുണ്ടാവേണ്ടതില്ല, അവൻ പേടിക്കേണ്ടതില്ല. വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കുകയുമില്ല. വല്ലദീന കദ്ദബൂ ബി ആയാത്തിന നമ്മുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞവർ, വസ്തക്ബറു അൻഹ അതിനെ വിട്ട് അഹങ്കരിക്കുകയും ചെയ്തവർ, ഉലൈക അസ്ഹാബുന്നാർ അവർ നരകത്തിൻ്റെ ആളുകളാകുന്നു. ഹും അവർ ഫിഹ അവിടെ ഖാലിദൂൻ നിത്യവാസികളായിരിക്കും. നഊദുബില്ലാഹ്. അള്ളാഹു നമ്മയൊക്കെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്നുകൂടെ അർത്ഥം പറയാം. യാ ബനി ആദം, നമ്മൾ ഈ പേജിൽ തന്നെ മുകളിൽ 31-ാമത്തെ ആയത്തും തുടങ്ങിയത് അങ്ങനെ തന്നെ. യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ. അതൊരു കൗതുകമുള്ള വിളിയാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കൗതുകമുള്ള വിളിയാണ്. അത് നമുക്ക് നമ്മുടെ വല്യാപ്പാര ഓർമ്മയുള്ള ഒരാൾ ഈ ഇന്ന ആളുടെ പേരക്കുട്ടിയല്ലേ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന ആളുടെ മകനല്ലേ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇന്ന ആളുടെ മകനായ നീ ഇന്ന യോഗ്യതയുള്ളവനായിരിക്കണം എന്ന് പറയുമ്പോൾ, കാരണം അദ്ദേഹത്തെ ആദരിക്കുകയാണ്, നമ്മളെ ആദരിക്കുകയാണ്. അപ്പോൾ ആദം നബിയുടെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യരോടൊരു കാര്യം പറയുമ്പോൾ, അല്ലാഹു തആലാക്ക് ആദം നബിയോടുള്ള സ്നേഹവും ആ സ്നേഹം ഇപ്പോൾ നിങ്ങളിലുമുണ്ട് എന്നൊരു ഉണർത്തൽ അതിലുണ്ട്. അതൊരു അഭിമാനത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നൊരു വിളിയാണ്. അത് നമുക്കറിയാലോ, നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു അഭിമാനം ഉണ്ടല്ലോ. അതാണ് ഇവിടെ യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ എന്ന് വിളിക്കുമ്പോൾ നമ്മളെ ഏറെ ആദരിച്ചുകൊണ്ട് വളരെ കൗതുകത്തോടു കൂടിയുള്ളൊരു വിളിയായിട്ട്, അതും നമ്മുടെ ഉടമയായ അള്ളാഹു യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ. അത് വളരെ രസകരമായ, കൗതുകകരമായ, ആവേശകരമായൊരു വിളിയാണ്. ഇമ്മാ യഅ്തിയന്നക്കും റുസുലും മിൻകും, ഇമ്മാ യഅ്തിയന്നക്കും തീർച്ചയായും നിങ്ങൾക്ക് വരുമ്പോൾ. ഇത് നമ്മൾ സൂറത്ത് അൽ-ബഖറ പഠിച്ചപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമയെ അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ പറയുന്നുള്ളൂ, ഇമ്മാ യഅ്തിയന്നക്കും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സൻ. അൽ-ബഖറയിലെ 38-ാമത്തെ ആയത്തിൽ. അതേമാതിരി ഈ കാര്യം സൂറത്തു ത്വാഹയിൽ വരുന്നുണ്ട്. അപ്പോൾ അല്ലാഹു തആല ആ വാഗ്ദാനം, അന്ന് അല്ലാഹ് അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാഗ്ദാനം പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ വിശദാംശം എങ്ങനെയായിരിക്കുമെന്ന് നമ്മളെ ഉണർത്തുകയാണ്. ഇമ്മാ യഅ്തിയന്നക്കും റുസുലും മിൻകും നിങ്ങളിൽ നിന്നു തന്നെയുള്ള ദൂതന്മാർ വരുമ്പോൾ, അവരുടെ ദൗത്യമാണ് യഖുസ്സൂന അലൈക്കും ആയാത്തി. ഖസ്സ യഖുസ്സു പറഞ്ഞാൽ വിശദീകരിച്ച് നൽകുകയാണ്. ഖിസ്സ എന്നൊക്കെ അതിനുണ്ടായതാണ്. പഴയ സംഭവങ്ങളോ
ചരിത്രങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് ഖിസ്സ എന്ന് പറയും. യഖുസ്സൂന അലൈക്കും, നിങ്ങൾക്ക് അദ്ദേഹം വിവരിച്ചു തരുന്നു, ആയാത്തി, നമ്മുടെ വചനങ്ങളെ. എന്തായിരിക്കും ആ ദൂതൻ്റെ ദൗത്യം? അദ്ദേഹം നിങ്ങളിൽ നിന്നുള്ളവനാണ്, അഥവാ നിങ്ങൾക്ക് അറിയുന്നവനാണ്. അങ്ങനെയുള്ളൊരു ദൂതൻ നിങ്ങളിൽ നിന്ന് നമ്മുടെ വചനങ്ങളെ വിശദീകരിച്ചു കൊണ്ട് വരുമ്പോൾ, ഫമനിത്തഖ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, തഖ്വയുള്ളവരായാൽ, അഥവാ ആ പ്രവാചകൻ്റെ അധ്യാപകനെ പിന്തുടർന്നാൽ, ഇടയ്ക്ക് പിശാചിൻ്റെ കാര്യം പറഞ്ഞാൽ പിശാചിനെ വിട്ടുകൊണ്ട് ഈ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭക്തി പുലർത്തിയാൽ, വാസുലഹ, ആ ഭക്തി പുലർത്തുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ സംസ്കരിക്കലാണ്. ജീവിതത്തെ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്ന പാഠത്തിനനുസൃതമായി സംസ്കരിക്കുകയും ചെയ്താൽ, ഇസ്ലാഹ് നടത്തുകയും ചെയ്താൽ, ഫലാ ഖൗഫുൻ അലൈഹിം, അത്തരം ആളുകളുടെ മേൽ പേടിയില്ല, അവർ പേടിക്കേണ്ടതില്ല, ഇഹത്തിലും പരത്തിലും പേടിക്കേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതുമില്ല. ഇത് സമാനമായിട്ട് നമ്മൾ സൂറത്തു അൻആമിലാണെന്ന് തോന്നുന്നുണ്ട്, നമ്മളൊരു വാചകം പഠിച്ചു. സൂറത്തു അൻആമില 130 ആയത്തും കൂടി നോക്കുക കൂടെ. സൂറത്തു അൻആമില 130 ആയത്ത് അവിടെ പറയുന്നുണ്ട്, അത് 144 പേജിൽ. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളുടെയും ഇൻസുകളുടെയും കൂട്ടമേ, അലം യഅ്തിക്കും റുസുലും മിൻകും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ദൂതന്മാർ വന്നില്ലയോ, യഖുസ്സൂന അലൈക്കും ആയാത്തി, നമ്മുടെ വചനങ്ങളെ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നുകൊണ്ട്, വയുൻദിറൂനക്കും ലിഖാഅ യൗമിക്കും ഹാദാ, ഈ ദിനത്തെ സംബന്ധിച്ച് താക്കീത് ചെയ്തുകൊണ്ട് പരലോകത്തെ വിചാരണാ സന്ദർഭത്തിൽ നരകാർഹരായ ആൾക്കാരോട് ചോദിക്കുകയാണ്. ഖാലു ഷഹിദ്നാ അലാ അൻഫുസിന, അവർ പറയാം, ഞങ്ങൾക്ക് എതിരെ തന്നെ സാക്ഷികളാവുകയാണ്, അഥവാ ഈ ദൂതന്മാർ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളത് സ്വീകരിച്ചില്ല. ഇതേ കാര്യം സൂറത്ത് സുമറിലും വരുന്നുണ്ട്, അതേമാതിരി സൂറത്ത് മുൽക്കിൽ നമ്മൾ ഓതാറുണ്ട്, ഇങ്ങനെ സൂറത്ത് ത്വാഹയിൽ വരുന്നുണ്ട്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ വാക്കുകളിലൂടെ നിങ്ങൾക്ക് നമ്മിൽ നിന്ന് ദൂതന്മാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം പരലോകത്ത് വെച്ചുണ്ടാകും എന്നുണർത്തുകയും, അതോടൊപ്പം ഇവിടെ നിങ്ങൾക്ക് നമ്മിൽ നിന്നൊരു ദൂതന്മാർ വന്നാൽ നിങ്ങൾ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്താൽ ഭയപ്പെടേണ്ടതില്ലെന്നും പല പദങ്ങളിലൂടെ അല്ലാഹു തആല നമ്മളെ ഉണർത്തിയിട്ടുള്ള കാര്യമാണ്. വലദിന കദ്ദബൂബി ആയാത്തിന, അപ്പോൾ പ്രവാചകന്മാർ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞാൽ, വചനങ്ങളെ തള്ളിക്കളയാൻ നമ്മുടെ നിയമങ്ങളെ നിഷേധിച്ചാൽ, ഖുർആനിനെ അംഗീകരിക്കാതിരുന്നാൽ, വേദവചനങ്ങളെ തള്ളിക്കളഞ്ഞാൽ, വസ്തക്ബറു അൻഹ, കിബിർ, അതൊന്നും എനിക്ക് ബാധകമല്ല, ഞാൻ അതിനപ്പുറം വലിയ ബുദ്ധിജീവിയാണ്, ഞാൻ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നവനാണ്, ഞാൻ ശാസ്ത്രയുഗത്തിലും ശാസ്ത്രലോകത്തിലുമാണുള്ളത്, ഈ ശാസ്ത്രലോകത്തിലും ഈ ശാസ്ത്രയുഗത്തിലും പഴയ വചനങ്ങളൊന്നും സ്വീകരിക്കാൻ മാത്രമുള്ളവനല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ, സൃഷ്ടാവിനെ, സംരക്ഷകനെ തള്ളിക്കളയുകയും അവൻ്റെ നിയമങ്ങളെ നിഷേധിക്കുകയും ചെയ്താൽ, വസ്തക്ബറു അൻഹ, കിബിർ എന്നതിന് കാരണമാവുക, അഹംഭാവം അല്ലെങ്കിൽ അഹങ്കാരം, ഉലൈക അസ്ഹാബുന്നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകക്കാരാകുന്നു, അവർ അതിൽ നിത്യവാസികളാകുന്നു. ഒരൊറ്റ കൂടി അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹുവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യം ശ്രദ്ധ കൊടുത്ത് കേൾക്കുകയും അത് ജീവിതത്തിൽ അതിനെ പകർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ അല്ലാഹു തആല ഉണർത്തിയിട്ടുള്ളതാണ്. ഫമനിത്തഖാ വ അസ്ലഹ. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. യാ ബനി ആദം, ബനി ആദം, ബനു ഇബ്ന് അതിനുണ്ടായ വാക്കാണ് ബനൂന, അബുന എന്നൊക്കെ അതിൻ്റെ ബഹുവചനാണ് ബനൂന. ആ ബനൂന എന്നുള്ള ബഹുവചനത്തിൽ ആണ് യാ വന്നുകൊണ്ട് ബനി നാക്കി, നൂനെ കളഞ്ഞ് ബനി നാക്കിയതാണ്. യാ ബനി ആദമ, ആദമിൻ്റെ മക്കളെ, ഇമ്മാ യഅ്തിയന്നകും, നിങ്ങൾക്ക് വന്നാൽ, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, യഅ്തിയന്ന എന്നാൽ തീർച്ചയായും ഉറപ്പിച്ച് പറയണം, അങ്ങനെ ഒരു സംഭവം നടക്കും, അതുകൊണ്ടാണ് യഅ്തിയന്നകും, നിങ്ങൾക്ക് വന്നെത്തിയാൽ, റുസുലും മിൻകും, നിങ്ങളിൽ നിന്നു തന്നെയുള്ള ദൂതന്മാർ, അഥവാ മനുഷ്യരിൽ നിന്നു തന്നെയുള്ള ദൂതന്മാർ നിങ്ങൾക്ക് വന്നാൽ, യഖുസ്സൂന അലൈക്കും, ആ ദൂതന്മാർ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നുണ്ട്, ആയാത്തി, എൻ്റെ വചനങ്ങളെ, എൻ്റെ നിയമങ്ങളെ, എൻ്റെ സൂക്തങ്ങളെ. ഫമനിത്തഖാ, ആരെങ്കിലും അത് ഉൾക്കൊണ്ടാൽ, അതാണ് തഖ്വ. വഅസ്ലഹ, എന്നിട്ട് ഇസ്ലാഹ്
ജീവിതത്തെ അതിനനുസരിച്ച് സംസ്കരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം അവരുടെ മേൽ ഭയമില്ല, വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ടതുമില്ല. വല്ലദീന കദ്ദബൂ ബിആയാതിന പ്രവാചകന്മാർ ഓതിക്കേൾപ്പിക്കുന്ന നമ്മുടെ വചനങ്ങളെ തള്ളിക്കളയുന്നവർ, വസ്തക്ബറു അൻഹാ അഹങ്കരിക്കുകയും അതിനെ വിട്ടുകൊണ്ട് അഹങ്കരിക്കുകയും ഞാൻ അതിനപ്പുറമൊക്കെയുള്ള ബുദ്ധിജീവിയാണ്, എന്നെപ്പോലെയുള്ള ബുദ്ധിജീവികൾക്ക് ഈ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്ന മട്ടിൽ, താൻ അതിനൊക്കെ അതീതനാണെന്ന മട്ടിൽ ജീവിതത്തെ നോക്കിക്കാണുന്നവർ അല്ലെങ്കിൽ അഹങ്കരിക്കുന്നവർ, ഉലൈക അസ്ഹാബുന്നാർ അവർ നരകക്കാരത്രേ, ഹും ഫീഹാ ഖാലിദൂൻ അവരവിടെ നിത്യവാസികളായിരിക്കും. അപ്പോൾ ഖുർആൻ വചനങ്ങൾ അതിനെ സംബന്ധിച്ച് അഹങ്കരിക്കാതിരിക്കുകയും അത് വിനയത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇങ്ങനെയുള്ള സൂക്തങ്ങളൊക്കെ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുള്ള ആ തിന്മകളിൽ നിന്ന് മോചിതനായി മുക്തനായി ജീവിക്കാനുള്ള ഒരു തൗഫീഖിന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ വചനങ്ങളെ തള്ളിക്കളയാതെ അതിനോട് അഹങ്കാരപൂർവ്വമുള്ള നിലപാട് സ്വീകരിക്കാതെ വളരെ വിനയത്തോടും അനുസരണത്തോടും കൂടി അത് ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മരിക്കുവാൻ, സ്വീകരിച്ച് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖിന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ എന്നും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മിനൽ ഖുർആനി മാ ജഹിൽനാ വദക്കിർനാ മിൻഹു മാ നുസീനാ വർസുഖ്നാ തിലാവതഹു ആനാഅ ലൈലി വഅത്റാഫൻ നഹാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ قرة أعين وجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.